നമുക്കറിയാം പെട്രോള് ഒരു എനർജി സോഴ്സാ, ഡീസല് ഒരു എനർജി സോഴ്സാ, കൽക്കരി ഒരു എനർജി സോഴ്സാ. ആന്ന് മോനെ, ഡീസല്, പെട്രോള്, കൽക്കരി, പാചകവാതകം ആണോ, ഇതെല്ലാം എനർജി സോഴ്സാ ആണല്ലോ. എനർജി കാനോട്ട് ബി ഡിസ്ട്രോയിഡ്, ഊർജത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പൊ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും, മകേ സാറേ ഊർജം നിർമ്മിക്കാൻ പറ്റത്തില്ലയോ, ഊർജം നശിപ്പിക്കാൻ പറ്റത്തില്ലയോ? ഇല്ല മോനെ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷന്റെ സബ് എഞ്ചിനീയറിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സബ് എഞ്ചിനീയറിന്റെ ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. നമ്മുടെ ഊഴം എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ പണിപ്പുരയിലാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പം ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. സബ് എഞ്ചിനീയറിന്റെ ക്ലാസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ദോഷത്തിലേക്കായിരിക്കും ചിലപ്പം പോകുന്നത്. നമുക്കറിയാം, ഒരു സബ് എഞ്ചിനീയർ പോലൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്ലാമറസ് ജോബ് നമ്മളുടെ എല്ലാം സ്വപ്നം. എൻ്റെ ഒരു സ്വപ്നമാണ് സബ് എഞ്ചിനീയർ, ഈ കേട്ടിരിക്കുന്ന നിങ്ങളുടെ സ്വപ്നമാണ് സബ് എഞ്ചിനീയർ ആണോ? എന്റെയും നിങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒന്നാ ആണല്ലോ. കോമ്പറ്റീഷൻ കൂടുതലാ. ഈ പറയുന്ന ഞാനാകട്ടെ, ആ കേൾക്കുന്ന നിങ്ങളാവട്ടെ, എല്ലാവരും ഇതിനു വേണ്ടി എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഒന്നിനു മുകളിൽ ഒന്നായി നിന്നെങ്കിൽ മാത്രമേ ഈ സ്വപ്നതുല്യമായ ജോലി നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ, അല്ലയോ? അപ്പൊ കഷ്ടപ്പെടണം. നമ്മളുടെ എതിരാളികൾക്കെതിരെ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളേക്കാൾ ഒരുപടി മുന്നേ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ, സത്യം പറഞ്ഞാൽ അതൊരു സത്യാവസ്ഥ തന്നെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആളുടെ ആ ഒരു ഇതിനെതിരെ മുന്നിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്ലാമറസ് ജോബ് നമ്മുടെ കയ്യിൽ കിട്ടൂ. അപ്പൊ ഇന്ന് തന്നെ I+ ജോയിൻ ചെയ്യുക. ഞങ്ങൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, നല്ല സിസ്റ്റമാറ്റിക്കാണ് പോകുന്നത്. അപ്പൊ ഇനി അടുത്ത പറയുകയാണ് മോഡ്യൂൾ 2 കൺവെൻഷൻ ഓഫ് എനർജി. അപ്പൊ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ആ സബ് എഞ്ചിനീയറിന്റെ സിലബസിനകത്ത് മോഡ്യൂൾ 2വിനകത്തെ 5ാമത്തെ പോർഷൻ ഈ ഒരു കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളാർ എനർജി, പ്രൊഡക്ഷൻ, കളക്ഷൻ, ആപ്ലിക്കേഷൻ, വിൻഡ് എനർജി എന്നിങ്ങനെയുള്ള ഭാഗമാണ് ഞാൻ ആദ്യം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു മനസ്സിലായല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നത്? സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന്റെ 2ാമത്തെ മോഡ്യൂളിൽ 5ാമത്തെ സെക്ഷനായ ഇത്രയും പോർഷൻ ഞാൻ ഇപ്പോൾ കൈകാര്യം ചെയ്യും, നമ്മൾ തീർക്കും. അങ്ങനെ ഞാൻ പറയുന്ന രീതി വേറെ വ്യത്യസ്തത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ആദ്യം ഈ പോർഷൻസ് എല്ലാം നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതിന്റെ കൂട്ട് നിരവധി ക്ലാസ്സുകൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നല്ലോണം പഠിക്കും. ഇത്രയും പോർഷൻ നല്ല വൃത്തിയായി നോട്ട് ഉൾപ്പെടെ തന്ന് പഠിച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ധാരാളം വർക്ക് ചെയ്യും. ഓക്കെ ആണോ? ഞാൻ ആദ്യം ചെയ്യുന്ന ഒന്നും കൂടെ പറയുകയാണ്. ആദ്യം ഈ പോർഷൻസ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യും, അതെല്ലാം നല്ല മനോഹരമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കും. അതിനുശേഷം ഈ പോർഷൻസിൽ നിന്ന് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് മോഡ്യൂൾ 2 20 മാർക്കിന്റെ തുടങ്ങാൻ പോവുകയാണ്. ഇൻട്രൊഡക്ഷൻ. അതിന് മുന്നേ ഒരു കാര്യം, ആദ്യം നമ്മൾ ഏതാ പറയുന്നത്? കൺവെൻഷണൽ, പിന്നെ ഏതാ? നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. അതിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. തുടങ്ങാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ. The energy is the basic necessity for the economic development of the country. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് എനർജി എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ് ആണല്ലോ. നമ്മുടെ രാജ്യം എടുക്കുകയാണെങ്കിൽ ഓരോ വർഷം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുതിക്കുന്നതിന് എനർജി എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് ആണോ? നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? എനർജി. ആ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചാലേ ഒരു വികസനത്തിൽ ഒരു പങ്കാവത്തുള്ളൂ. ആണോമനെ? ശരി. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. ആ ഇലക്ട്രിക് സ്കൂട്ടർ ഓടണമെങ്കിൽ എന്ത് വേണം? ഒരു എനർജി വേണം ആണല്ലോ. ശരി. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റ്, ആ ലൈറ്റ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം ആണോ? TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞേ? എനർജി. അതാ പറഞ്ഞേ, ഒരു രാജ്യത്തിന്റെ വികസനത്തിന് എനർജി എന്ന് പറയുന്ന ഘടകം അനിവാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ദ ഗ്രോത്ത് ഓഫ് കൺട്രി. ഒരു രാജ്യത്തിന്റെ വികസനം എന്നത് ദ ലാർജ്ലി ഡിപെൻഡ് ദ അവൈലബിലിറ്റി ഓഫ് എനർജി. ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ എനർജി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം പ്രവർത്തിക്കുന്ന എന്തിലാ മോനെ? എനർജി. അതെല്ലാം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം എന്ത് ചെയ്യത്തുള്ളൂ? പുരോഗമിക്കത്തുള്ളൂ ആണല്ലോ. ശരി. അടുത്തത്
the energy consumption in the world has been increasing very fast. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ട എനർജിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ മഹേഷ് സാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വീടിന്റെ പാല് കാച്ച, അവിടെ ഒരു വീട് നന്നാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു നില പണിയുകയാണ്, അവിടെ പുതിയൊരു ഫാക്ടറി വരികയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മഹേഷ് സാറേ പുതിയ വീട് പണിയുന്നു, പുതിയ ഫാക്ടറി വരുന്നു, അതല്ല എന്താ ബന്ധം? മോനെ, പുതിയ വീട് വരുമ്പോ അവിടെ ലൈറ്റ് വേണ്ടേ, ഫാൻ വേണ്ടേ, AC വേണ്ടേ? പുതിയ ഫാക്ടറി വരുമ്പോ അവിടെ മെഷീനറി വേണ്ടേ? ഇതെല്ലാം പ്രവർത്തിക്കണേ എന്ത് വേണം? എനർജി. അതാ പറഞ്ഞേ the energy consumption in the world has been increasing. ഇന്നത്തെ ലോകത്ത് എനർജിയുടെ അളവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. So the conventional energy resources are depleting and therefore this resource may be 5 decade only. അപ്പൊ നിങ്ങൾ സാറേ അതെന്താ മണി പിടിച്ച് പണിയെടുക്കണ്ടേ? രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ട്. ഒന്നാമത് ഒന്ന് കൺവെൻഷനൽ, രണ്ട് നോൺ കൺവെൻഷനൽ. ഒന്നും കൂടെ പറയുകയാണ്, ഒന്ന് ഏതാ? കൺവെൻഷനൽ. നമുക്കറിയാം പെട്രോള് ഒരു എനർജി സോഴ്സാ, ഡീസല് ഒരു എനർജി സോഴ്സാ, കൽക്കരി ഒരു എനർജി സോഴ്സാ. ആണോ മോനെ? ഡീസല്, പെട്രോള്, കൽക്കരി, പാചകവാതകം ആണോ? ഇതെല്ലാം എനർജി സോഴ്സാ ആണല്ലോ. പക്ഷേ നമുക്കറിയാം പെട്രോള് ഒരു കുറച്ച് വർഷം കൂടെ, ഒരു നല്ലൊരു വർഷം കൂടെ കഴിയുമ്പോഴത്തേന് ഭൂമിയിൽ നിന്ന് തീരാനുള്ള സാധ്യതയുണ്ട്. ഡീസൽ കുറച്ചു നാൾ കഴിയുമ്പോൾ തീരാൻ സാധ്യതയുണ്ട് ആണോ? മണ്ണെണ്ണ, പെട്രോൾ ഇതെല്ലാം കുറച്ചു നാൾ കഴിയുമ്പോൾ തീരാൻ സാധ്യതയുണ്ട്. അത്തരം എനർജി സോഴ്സിനെ പറയുന്ന പേരാണ് കൺവെൻഷനൽ. ഒന്ന് നോക്കിയേ, ഒരു 200 വർഷം കഴിഞ്ഞ് ചിന്തിച്ചേ, ആ 200 വർഷം കഴിയുമ്പോൾ ഈ പെട്രോൾ തീർന്നു പോയാൽ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഡീസൽ തീർന്നു പോയാൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? മണ്ണെണ്ണ ഇല്ലെങ്കിൽ നമ്മുടെ പാചകാവശ്യം നിറവേറ്റാൻ പറ്റുമോ? സ്റ്റവ് കത്തിക്കാൻ ഇല്ല. അതാ പറഞ്ഞിരിക്കുന്നത് കൺവെൻഷനൽ എനർജി റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താ മോനെ? നാളെ ഒരു കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല മോനെ. ഇത് നോക്കി, കൺവെൻഷനൽ എനർജി സോഴ്സ് എന്ന് വെച്ചാൽ അത് ഉണ്ട്, നാളെ ഒരു കാലത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. പ്രകൃതിയിൽ അത് എന്ത് ചെയ്യും? തീർന്നു പോകും. പിന്നെ അത് ഉണ്ടായി വരാനായി കോടാനുകോടി വർഷങ്ങൾ എടുക്കുമെന്നാ പറഞ്ഞത്. ആണല്ലോ മോനെ? ആണോ? ഡിപ്ലീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? തീർന്നു പോകുന്നു. ഇത്രയും പറഞ്ഞ് മനസ്സിലായ മോനെ? ഓരോന്നും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പോകും, സെറ്റായിട്ട് നമ്മൾ ക്ലാസ് പോകത്തുള്ളൂ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞെന്താ? എനർജിയുടെ കാര്യം പറഞ്ഞു. ആണോ? എനർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ഏതാ? കൺവെൻഷനും ഉണ്ട്, പിന്നെ ഏതാ? നോൺ കൺവെൻഷനിലും ഉണ്ട്. കൺവെൻഷൻ എന്ന് വെച്ചാൽ എന്താ? നാളെ ഒരു കാലത്ത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് തീർന്നു പോകും. ആണല്ലോ? ശരി, അടുത്ത പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കണേ. To meet energy demand in future, നാളെ ഭാവിയിൽ ഒരു കാലത്ത് ആവശ്യമുണ്ടെങ്കിൽ effort are being made to find non-conventional energy source. അടിപൊളി ഒരു ചോദ്യം വരികയാണ്. ഞാൻ പറഞ്ഞു, മഹേഷ് സാർ പറഞ്ഞു, രണ്ടു തരം എനർജി. ഒന്ന് പറഞ്ഞേ, മനസ്സിൽ പറഞ്ഞേ, കൂടെ പറഞ്ഞേ. ഒന്നേതാ? കൺവെൻഷനൽ. കൺവെൻഷൻ എന്ന് വെച്ചാൽ എന്താ? നാളെ ഒരു കാലത്ത് തീർന്നു പോകാം, എനിക്ക് ഉറപ്പില്ല നാളെ കിട്ടുമെന്ന്. അങ്ങനെ ഒരു ഇത് ഉണ്ടാവണമെങ്കിൽ കോടാനുകോടി വർഷങ്ങൾ വേണം പുതിയതായിട്ട് ഉണ്ടാവാൻ. ആണോ? പെട്രോള്, ഡീസല്, കെറോസിൻ, പാചകവാതകം ആണോനെ? അപ്പൊ അവര് പറഞ്ഞേ ടു മീറ്റ് എനർജി ഇൻ ഫ്യൂച്ചർ, നാളെ ഒരു കാലത്ത്. മഹേഷ് സാർ പറഞ്ഞേ, ഒരു 100-200 വർഷം കഴിഞ്ഞിട്ട് ഇത് തീർന്നു പോയാലും എനിക്ക് ജീവിക്കണ്ടേ, എന്റെ രാജ്യം പുരോഗമനത്തിൽ എത്തണ്ടേ, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യണ്ടേ. അപ്പൊ പുതിയൊരു എനർജിയെ തേടണ്ടേ. ആ എനർജിയെ പറയുന്ന പേരാണ് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സ്. പറമനെ, നോൺ കൺവെൻഷനൽ. അപ്പൊ നിങ്ങൾ ചോദിക്കണം, മഹേഷ് സാറേ അതെന്താ അങ്ങനെ പറഞ്ഞേ? നോൺ കൺവെൻഷനൽ എന്ന് വെച്ചാൽ അത് തീർന്നു പോത്തില്ല മോനെ, നാളെയും കിട്ടും. ഉദാഹരണം മോനെ, സൂര്യപ്രകാശം എനിക്ക് ജീവനുള്ളോളം കാലം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ല മോനെ. അപ്പൊ ആ സൂര്യനിൽ നിന്ന് നമുക്ക് സോളാർ വഴി കറണ്ട് ഉണ്ടായിക്കൂടെ? അപ്പൊ ഒന്ന് നോൺ കൺവെൻഷനൽ എക്സാമ്പിൾ ഏതാ? സണ്ണ്. അത് മോനെ. ശരി, തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാവത്തില്ലയോ? ആണോ? ആ തിരമാല ജീവിതകാലം മൊത്തം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ലയോ? അപ്പൊ തിരമാലയിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതി ഏതാ മോനെ? നോൺ കൺവെൻഷനൽ. മോനെ, കാറ്റ് ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും, 10 വർഷം കഴിഞ്ഞാലും കിട്ടും, കിട്ടത്തില്ലയോ? അപ്പൊ കാറ്റെന്ന് പറയുമ്പോൾ ഏതിന് എക്സാമ്പിളാ? നോൺ കൺവെൻഷനൽ എനർജി സോഴ്സ് ആണല്ലോ. ശരി, അതാ വെള്ളം ജീവിതകാലം മൊത്തം കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട്, ഉറപ്പുണ്ട്. ആണോ? വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കും ചില വൈദ്യുത നിലയം. അതേതാ? നോൺ കൺവെൻഷനിൽ പറയാം, അവിടെ ഒരു ഡൗട്ട് വരും, അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഒന്നും കൂടെ എടുത്തു പറയുകയാണ്, ഹൈഡ്രോ നോൺ കൺവെൻഷനൽ ആണോ കൺവെൻഷനൽ ആണോ എന്ന് ഇപ്പൊ ഒരു സംശയം നിങ്ങൾ ചോദിക്കും. സാറേ അത് പറയാം, വെയിറ്റ്. ശരി, അടുത്ത പറഞ്ഞിരിക്കുന്നതാ. അപ്പൊ ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഞാൻ രണ്ട് കാര്യമാണ് പറഞ്ഞേ. ഒന്ന് ഏതാ പറഞ്ഞേ? കൺവെൻഷനൽ. എന്റെ കൂടെ പറയണേ, അവിടെ ചോദ്യം ഉണ്ടേ മോനെ. ആണോ? എന്താ കൺവെൻഷനൽ? കൺവെൻഷൻ എന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല ആണല്ലോ.
എന്താ നോൺ കൺവെൻഷണൽ? വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. സണ്ണ് ഏതാ? നോൺ കൺവെൻഷണൽ. വിൻഡ് ഏതാ? നോൺ കൺവെൻഷണൽ. സോളാർ ഏതാ? നോൺ കൺവെൻഷണൽ. ടൈഡൽ തിരുമാലയെന്ന് വൈദ്യുതി ഏതാ? നോൺ കൺവെൻഷണൽ ആണോ? ശരി, അടുത്തതാ. The energy exists in different form in nature but most important in the form of electrical energy. ഞാൻ പറഞ്ഞു പലതരം എനർജി ഉണ്ട് ആണോ? വിൻഡിൽ നിന്ന് എനർജി ഉണ്ടാകുന്നുണ്ട് ആണല്ലോ, സോളാറിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എനർജി ഏതാ? ഇലക്ട്രിക്കൽ എനർജി. അതാ ഇലക്ട്രിക്കൽ എനർജി. ഉദാഹരണം, ലൈറ്റ് പ്രവർത്തിക്കണം ഏതാ? ഇലക്ട്രിക്കൽ എനർജി ആണോ? ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കണം ഏതാ? ഇലക്ട്രിക്കൽ എനർജി. വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കണം ഏതാ? ഇലക്ട്രിക്കൽ എനർജി ആണോ? മിക്സി പ്രവർത്തിക്കണം ഏതാ? ഇലക്ട്രിക്കൽ എനർജി ആണോ? ഒരു സ്കൂട്ടർ പ്രവർത്തിക്കണം ഏതാ? ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ഇത്രയും എനർജി പഠിച്ചതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാ? ഇലക്ട്രിക്കൽ എനർജി ആണെന്നാ പറഞ്ഞേ അന്നുമനെ. ശരി, അടുത്തേ. എനർജി ക്യാൻ ബി സ്റ്റോർഡ് ബട്ട് ഇറ്റ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഊർജം 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 ഊർജത്തെ നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. എടാ അങ്ങനെ ഒന്ന് അടുത്തൊരു ചോദിച്ചേ, എനർജിയുമായി ബന്ധപ്പെട്ട് ലോയാണ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ലോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പറയണം എന്താ? ലാ ഓഫ് കൺസർവേഷൻ എനർജി. ഒരു കൂടെ ചോദിക്കുക, അങ്ങനെ ചോദിക്കുക എന്താ ലാ ഓഫ് കൺസർവേഷൻ എനർജി? എന്നെ നോക്കണേ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, ഊർജത്തെ നിർമ്മിക്കാൻ പറ്റില്ല. എനർജി കാനോട്ട് ബി ഡിസ്ട്രോയ്ഡ്, ഊർജത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അപ്പൊ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും, പറയേ സാറേ ഊർജം നിർമ്മിക്കാൻ പറ്റത്തില്ലയോ? ഊർജം നശിപ്പിക്കാൻ പറ്റത്തില്ലയോ? ഇല്ല മോനെ. ഉദാഹരണം, പറയേ സാറിന് ഈ ലൈറ്റ് കത്തിക്കണം ആണല്ലോ, എന്താ ഞാൻ ഇടുന്നേ? സ്വിച്ച് ഇടുമ്പോ അത് ഏത് എനർജിയാ? ഇലക്ട്രിക്കൽ എനർജി. അത് ബൾബിനകത്ത് പോകുമ്പോ അത് ഏതാ? ലൈറ്റ് എനർജി. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഏതാ? പൊട്ടൻഷ്യൽ എനർജി. ഞാൻ കൈ ഇങ്ങനെ ആക്കി അത് ഏതാ? കൈനറ്റിക് എനർജി ആണോ? അപ്പൊ എനർജിയെ ഞാൻ നിർമ്മിച്ചല്ല. അതെ മഹേഷ് സാർ ഇങ്ങനെ നിന്നു, ഏതാ? പൊട്ടൻഷ്യൽ. അല്ല വേണ്ട പേന, ഇതേതാ? പൊട്ടൻഷ്യൽ. ഇപ്പൊ അതേതാ? കൈനറ്റിക്. ആ പൊട്ടൻഷ്യൽ ഏതായിട്ട് മാറി? കൈനറ്റിക്. അതാ പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പറ, എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? പറ, എനർജി ക്യാൻ നെയ്തർ ബി created or nor be destroyed, it can be transformed from one form to another ആണല്ലോ. ശരി, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതൊരു ഇൻട്രൊഡക്ഷനാ. ശരി, അടുത്തതാ. ഞാൻ ഈ പറഞ്ഞ സാധനം ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ന്യൂട്ടൺ മീറ്റർ. എനർജിയെ പല യൂണിറ്റിൽ ആണോ? ഇപ്പൊ ഉദാഹരണം പറയുന്നേ, ലെങ്ത് നീളം സെന്റിമീറ്ററിൽ പറയും, മീറ്ററിൽ പറയും, മില്ലിമീറ്ററിൽ പറയും ആണോ? മാസ് ആണോ? കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം ഇങ്ങനെ പറയത്തില്ലയോ? ടൈം സെക്കൻഡിൽ പറയും, മിനിറ്റിൽ പറയും, ഹവർ പറയും, ഡേ എന്ന് പറയും ആണോ? അതിന്റെ കൂട്ട് എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഇത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതില്ല? ന്യൂട്ടൺ മീറ്ററിൽ പറയാം എനർജി, കലോറിയിൽ പറയാം. ആഹാരം കഴിക്കുമ്പോൾ കലോറി എന്നല്ലേ നമ്മൾ പറയുന്നേ ആണോ? ഊർജത്തെ അതിന്റെ രീതി പറയുമ്പോൾ അത് ഏതാ? കലോറി. അപ്പൊ ഊർജത്തെ ഏതെല്ലാം രീതി പറയാം? ന്യൂട്ടൺ മീറ്റർ, കലോറി, ക്വാട്ട്, ജൂള്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും? ആണെന്നല്ല മോനെ. ശരി, ഇതും പഠിച്ചു വെച്ചോണേ. ചിലപ്പോൾ ഒറ്റയാനെ തിരിച്ചറിയാൻ ചോദിക്കും. ഇത്രയും തന്നതിന് ശേഷം വേറെ ഏതെങ്കിലും ഇല്ലാത്ത തരും ആണോ? ശരി, എന്തോ ആയിക്കോട്ടെ. ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ പവർ ഫ്രം ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ആണോ? ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ നോക്കിയേ, ഞാൻ ഇത്രയും നേരം പറഞ്ഞു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ശരി, ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഴ്സ് വേണം. ഉദാഹരണം, ജലവൈദ്യുത നിലയത്തിൽ എന്താ ഉണ്ടാക്കുന്നത്? പറയുന്നത് ശ്രദ്ധിക്കണേ. ജലവൈദ്യുത നിലയത്തിൽ എന്താ ഉണ്ടാക്കുന്നത്? കറണ്ട്. നമ്മൾ അവിടെ ആരെയാ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്? വെള്ളമില്ലേ മോനെ? ശരി, അതൊരു സോഴ്സ് ആണേ. ശരി, അടുത്തേ താപവൈദ്യുത നിലയം. കൽക്കരി കത്തിച്ചെല്ലിയോ നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നേ? അപ്പൊ അവിടുത്തെ സോഴ്സ് ആരാ? കൽക്കരി ആണല്ലോ. തിരമാലയെന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നു, അവിടെ എന്താ ഉണ്ടായേ? ഇലക്ട്രിസിറ്റി. അവിടുത്തെ സോഴ്സ് ആരാ? ടൈഡ്, തിരമാല ആണോ? അതാ പറഞ്ഞേ ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി. ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിക് പവർ ഫ്രം ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. അത് പറയാം. ദ മോഡേൺ സൊസൈറ്റി ഈസ് സോ മച്ച് ഡിപെൻഡ് ഓൺ ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. മോഡേൺ സൊസൈറ്റി ഇന്നത്തെ കാലയളവിൽ നമ്മൾ ധാരാളം ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി. ഇറ്റ് ബിക്കം പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? എന്റെ പൊന്നുമനെ, ഇനി പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് അതേ വരുന്നേ ആണോ? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് തുടങ്ങാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ ആണോ? ദ എനർജി സോഴ്സ് ആണോ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട ഈ എനർജി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? ഒന്ന്, ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആർ ദ സൺ, വിൻഡ്, ടെറസ്ട്രിയൽ ഹീറ്റ്.
ഓഷ്യൻ, ടൈഡ്, വേവ്, വാട്ടർ, ഫ്യൂവൽ, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഒന്ന് ചവിട്ടിയേ, ആണല്ലോ, ഒന്ന് ചവിട്ടിയേ, എന്റെ കൂടെ വന്നേ, ഒരു കഥ പോലെ പഠിച്ചേ. ഞാൻ എന്താ പറഞ്ഞേ? എനർജി ഉണ്ടാക്കാൻ നമ്മള് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഒന്ന് സണ്ണ് എന്ന് വെച്ചാൽ നമ്മളെ സൂര്യൻ. സൂര്യപ്രകാശത്തിനെ നമ്മൾ എന്താ സോളാർ പാനൽ വെച്ച് കറണ്ടായിട്ട് മാറ്റത്തില്ലയോ? അതാ പറഞ്ഞേ ഒന്നാമത്തെ എനർജി സോഴ്സ് ആരാ? സണ്ണ്. അടുത്ത ഏതാ? വിൻഡ്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ കാറ്റാടിപ്പാടം കണ്ടിട്ടുണ്ടോ? ആ കാറ്റാടിപ്പാടത്തല്ലേ കാറ്റടിക്കുമ്പോൾ കാറ്റാടിപ്പാടം കറങ്ങി കറണ്ടുണ്ടാക്കത്തില്ലയോ? ആണോ? അവിടെ കറണ്ടാ ഉണ്ടാക്കി. ആരുടെ സഹായം? വിൻഡ്. പറ, വിൻഡ്. അപ്പൊ കറണ്ട് ഉണ്ടാക്കാൻ അല്ലെ എനർജി ഉണ്ടാക്കാൻ അടുത്ത രണ്ടാമത്തെ സോഴ്സ് നമ്മൾ ആശ്രയിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ രണ്ടാമത് ഏതാ? വിൻഡ്. അടുത്ത ഏതാ? ടെറസ്ട്രിയൽ ഹീറ്റ്. അതിപ്പം മനസ്സിലാകത്തില്ല, ഞാൻ പറയാം. ഭൂമിക്കടിയിൽ ഹീറ്റ് ഉണ്ട്, ആ ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ കറണ്ട് ഉണ്ടാക്കും, ആണല്ലോ. ശരി, അടുത്ത ഓഷ്യൻ. ഓഷ്യൻ എന്ന് വെച്ചാൽ എന്താ? തിരമാല അല്ലെ കടലിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നു. അപ്പൊ കടൽ അല്ലെ ഓഷ്യൻ എന്ന് പറയുമ്പോൾ എന്തിന് എക്സാമ്പിളാ? ഒരു എനർജി ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് ആണ്. ടൈഡ് എന്ന് വെച്ചാൽ എന്താ? തിരമാലയിൽ നിന്ന് എന്താ ഉണ്ടാക്കുന്നേ? വൈദ്യുതി. അപ്പൊ ടൈഡ്, തിരമാല എന്ന് പറയുമ്പോൾ എന്താ? സോഴ്സ് ആണ്. വേവ്, വാട്ടർ. വാട്ടർ റിസോഴ്സ് അല്ലയോ? എങ്ങനെ വാട്ടർ റിസോഴ്സ് ആയേ? ആ ജലം ഉപയോഗിച്ച് മുല്ലപ്പെരിയാറ്, തെന്മല, ബാണാസുര സാഗർ. നമുക്കറിയാം കേരളത്തിൽ ഇഷ്ടംപോലെ ഡാമുണ്ട്. മോനെ ആ ഡാമിനകത്ത് എന്താ ഉള്ളത്? വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ കറണ്ട് ഉണ്ടാക്കത്തില്ലയോ? മോനെ അപ്പൊ അതെന്താ? വാട്ടർ റിസോഴ്സ് ആണ്. അടുത്ത ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താ? ഈ കൽക്കരിയൊക്കെ കത്തിച്ചുണ്ടാക്കുന്നേ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അത് യുറേനിയം എന്നൊക്കെ പറയും. ന്യൂക്ലിയർ ഫിഷൻ, ആണവ നിലയം എന്ന് കേട്ടില്ലയോ? അവിടെ ഉപയോഗിക്കുന്നതാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഓക്കെ ആണോ? ഒറ്റ വാക്കി പറയാ, എനർജി സോഴ്സ്. എന്താ എനർജി സോഴ്സ്? കറണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ആശ്രയിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരെന്താ? എനർജി സോഴ്സ്. അത് ഏതൊക്കെ പറയാൻ പറ്റും? ഏതാ? സണ്ണ് പറയാം, വിൻഡ് പറയാം, ടെറസ്ട്രിയൽ ഹീറ്റ് പറയാം, ഓഷ്യൻ പറയാം, ടൈഡ്, വാട്ടർ, ഫ്യൂവൽ എല്ലാം പറയാം, ആണല്ലോ. അടുത്തതാ, ഔട്ട് ഓഫ് ദി സോഴ്സ് ദ എനർജി സൺ ആൻഡ് വിൻഡ് ഹാസ് നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഓൺ ലാർജ് സ്കെയിൽ. ഇനി ഞാൻ പറഞ്ഞു ഈ എനർജി സോഴ്സിന്റെ കേസ് പറഞ്ഞില്ലയോ? ആ എനർജി സോഴ്സിനകത്ത് ഞാൻ ഉപകാരപ്പെടുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുന്ന് ക്വസ്റ്റ്യൻ തുടങ്ങുകയാണേ. ഒന്നാമത് പറഞ്ഞേ സണ്ണ്, സൂര്യൻ. നമുക്കറിയാം ജീവന്റെ ആധാരം എന്ന് പറയുമ്പോൾ സൂര്യനാണ്. സസ്യങ്ങൾക്ക് ജീവിക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ്. മനുഷ്യന് ജീവിക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ്. മനുഷ്യന്റെ ശരീരത്തെ വൈറ്റമിൻ ഡി നൽകുന്ന സൂര്യപ്രകാശമാണ്. ആണോ? ആ സണ്ണ് ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ സോളാർ പാനലുണ്ട്. ഇന്ന് എല്ലാ വീട്ടിലും സോളാർ പാനൽ ഉപയോഗിക്കുന്നുണ്ട്. ആ സോളാർ പാനലിനകത്ത് എന്താ വന്നടിക്കുന്നത്? സൺലൈറ്റാ വന്നടിക്കുന്നത്, ആണല്ലോ. ആ സൺലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി. അതാ the sun is the primary source of energy. ഞാൻ ഇപ്പം പറഞ്ഞേ ഈ സൺ എന്ന് പറയുമ്പോൾ പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയാണ്. ആ ഭൂമിയിലെ ഉദാഹരണം പറഞ്ഞ മഴ ഉണ്ടാവാൻ ആര് വേണം? സൂര്യൻ. നമുക്ക് ജീവിക്കാൻ ആര് വേണം? സൂര്യൻ. സസ്യങ്ങൾക്ക് വളരാൻ ആര് വേണം? സൂര്യൻ. അതാണ് പറഞ്ഞിരിക്കുന്നത് the sun is the primary source of energy. ആണോ? അപ്പൊ എനിക്കറിയാവുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറയട്ടോ, ആണോ? അപ്പൊ സണ്ണിനകത്ത് പ്രധാനമായിട്ടും എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് ഉണ്ട്, ആണല്ലോ. മോനെ സൂര്യപ്രകാശം താപ്പോട്ട് വരുന്നു. എന്റെ ദേഹത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ചൂടടിക്കുന്നു. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ്. അപ്പൊ സൂര്യനിലെ ഏത് ഘടകമാണ് നമുക്ക് ശരീരത്തെ ചൂട് നൽകുന്നതെന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ്, ആണല്ലോ. ഇപ്പൊ ചിലർ പറയും നിങ്ങൾ പോയി വെയിൽ കൊള്ളാം, വൈറ്റമിൻ ഡി കിട്ടുമെന്ന് പറയും, ആണോ? അപ്പൊ സൂര്യനകത്തുള്ള എന്ത് ഘടകമാണെന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ്. ഏതാ? അൾട്രാ. ഇപ്പൊ 3 ക്വസ്റ്റ്യൻ. സൺ ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. സൂര്യപ്രകാശത്തിന് ഹീറ്റ് കൊടുക്കുന്ന ആരാ? ഇൻഫ്രാറെഡ്. വൈറ്റമിൻ ഡി നൽകുന്ന ആരാ? അൾട്രാ വയലറ്റ്. മോനെ സൂര്യപ്രകാശം അവിടുന്ന് നമ്മുടെ ഈ ഭൂമിയിലെത്തണം, എന്നിലേക്ക് എത്തണം. എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു ചോദിച്ചാൽ 150 മില്യൺ കിലോമീറ്റർ. 3 ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെയിൻ പോലെ ക്വസ്റ്റ്യൻ പറഞ്ഞു പോവുകയാണ്. ആദ്യമേ സാർ എന്താ പറഞ്ഞേ? സൺ ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. സണ്ണിനകത്ത് ഹീറ്റ് കൊടുക്കുന്ന ആരാ? ഇൻഫ്രാറെഡ്. വൈറ്റമിൻ ഡി നൽകുന്ന ആരാ? അൾട്രാ വയലറ്റ്. സൂര്യപ്രകാശം നമ്മളിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? 150 മില്യൺ കിലോമീറ്റർ. അങ്ങനെ എന്റെ ഓർമ്മയിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ഈ സൂര്യപ്രകാശത്തിന്റെ വേഗത 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ആ സൂര്യപ്രകാശം നമ്മളിൽ എത്തുന്ന വേഗത 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ തന്നെ അടുത്ത ചോദ്യം, സൂര്യനകത്ത് എനർജി ഉണ്ടാകുന്നതിനെ പറയുന്ന പേര് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഏതാ? ന്യൂക്ലിയർ ഫ്യൂഷൻ. 4 ക്വസ്റ്റ്യൻ ആയി അവിടെ. അടുത്തതാ, ദ എനർജി എമിറ്റഡ് ദ സൺ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഏതിന്റെ രൂപത്തിലാണ് സൂര്യപ്രകാശം നമ്മളിൽ എത്തുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അവിടെ തന്നെ 5 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ ആണോ? ശരി, ബാക്കിയുള്ള അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.